ബി.ജെ.പി. നേതാവ് ശ്രീ പി കൃഷ്ണദാസ് കൂടി ചേരുന്നു. ശ്രീ പി കൃഷ്ണദാസ്, കോൺഗ്രസ് ഇന്ത്യക്ക് മുന്നിൽ വീണ്ടും ആ പഴയ ചിത്രം വയ്ക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ ആശയധാരയെ ഇന്ത്യ മുറുകെ പിടിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നാളെ അവർ ജയ് ഭീം, ജയ് സംവിധാൻ, ജയ് ബാപ്പു എന്ന പേരിട്ടുകൊണ്ടുള്ള ഒരു പ്രകടനം നടത്തുകയാണ്. ഇതൊക്കെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് അവർ വയ്ക്കുന്നത്. ബലഗാവിയിൽ നിന്ന് പുതിയ തന്ത്രങ്ങൾ ഉണ്ടാകുമെന്നവർ കണക്ക് കൂട്ടും. നേരത്തെ ഉദയപൂരിൽ ഒരു സമ്മേളനം നടന്നു. അവിടെ നിന്ന് ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വന്നു. അത് കാര്യമായൊരു മാറ്റം, കോൺഗ്രസിൻ്റെ സീറ്റ് നില ഇരട്ടിയാക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചു ആ യാത്ര. ഈ സമ്മേളനവും അങ്ങനെ കരുത്തുറ്റ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് കോൺഗ്രസ്. ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നു കോൺഗ്രസ് എന്ന ഭയം ബി.ജെ.പിക്കുണ്ടോ? ശ്രീ മനു, ബി.ജെ.പി. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലില്ല. അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാനും അവരുടെ പദ്ധതികൾ തയ്യാറാക്കാനും അവരുടെ പരിപാടികൾ നിശ്ചയിക്കാനും അത് ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അതിനൊരു തർക്കവും ആരും ഉന്നയിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും അവരുടെ നിലപാടുകളും അവരുയർത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയിലേക്ക് മാറിയിരിക്കുന്നു. അതാണോ കോൺഗ്രസിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ചരിത്രം? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതായത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അടവ് നയങ്ങളോ രാഷ്ട്രീയ നിലപാടുകളോ ഒക്കെ അവർക്ക് സ്വീകരിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അതിനെ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസുമായി തുലനം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. ഞങ്ങൾ ആലോചിക്കേണ്ട വിഷയമേ അല്ല അത്. ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കോൺഗ്രസിനെ കണ്ടിരുന്നത്, അതിനുശേഷം ആ കോൺഗ്രസിന് എത്രത്തോളം അപജയമുണ്ടായി, അത് രാഷ്ട്രീയപരമായി എത്രത്തോളം പിന്നോട്ട് പോയി, കോൺഗ്രസിന്റെ ആശയഗതികൾ എത്രത്തോളം പിന്നോട്ട് പോയി, കോൺഗ്രസ് നിലപാടുകൾ എത്രത്തോളം പിന്നോട്ട് പോയി, ഇതൊക്കെ ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത് അവർ വീണ്ടും വിചാരത്തോടുകൂടി ആലോചിക്കുന്നത് അവരുടെ ഒരു പക്ഷേ കെട്ടുറപ്പിനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയായിരിക്കും. പക്ഷേ ഇവിടെ പ്രധാനമായി അവർ ഉയർത്താൻ പോകുന്ന ഒരു വലിയ വിഷയം, നിങ്ങൾ അംബേദ്കറെ മോശമായി രാജ്യസഭയിൽ അപകീർത്തികരമായി സംസാരിച്ചു എന്നതാണ്. അത് മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ അനലിസ്റ്റുകളെല്ലാം നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം ഉറപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് കൂടുതൽ പിന്തുണ നൽകിയത് അവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളാണ്. ദളിത് വിഭാഗങ്ങളൊക്കെ ബി.ജെ.പിയിലേക്ക് അടുക്കുന്നു എന്ന ചില നിരീക്ഷണങ്ങളുണ്ടായി. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് ഇപ്പോൾ അംബേദ്കറെ ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ പിന്നോക്ക സമുദായത്തിൻ്റെ കരുത്ത്, ശക്തി, അതിൻ്റെ പിന്തുണ ബി.ജെ.പിക്ക് നഷ്ടമാകുമെന്ന് അവർ കണക്കുകൂട്ടുകയാണ്. ശ്രീ മനു, നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന് ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പഴയ കാലഘട്ടത്തിലെ ജനസംഘ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. എക്കാലത്തും ആ തരത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായി. അതിനെ ആ തരത്തിലേ കാണേണ്ടതുള്ളൂ. ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് നിന്ന് ഈ അംബേദ്കർ എപ്പോഴാണ് കോൺഗ്രസിന്റെ അനുകൂലവാദിയായി മാറിയിട്ടുള്ളത്? അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുകയും നെഹ്റുവുമായി നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുകയും ആദ്യത്തെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതല്ലേ. കോൺഗ്രസുകാർ തന്നെ അംബേദ്കർക്കെതിരെ മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അംബേദ്കർ ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള നിലപാടുകളോ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺഗ്രസുകാർ ചിന്തിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എക്കാലത്തും വ്യത്യസ്തമായിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് അതിൽ യാതൊരു ഭയപ്പാടും ഞങ്ങൾക്കില്ല. കാരണം കോൺഗ്രസ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. മൂന്നുപേരും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഞാൻ സേനാപതി വേണുവിന് ഒരു ചെറിയ അവസരം കൂടി കൊടുക്കുകയാണ്. ശ്രീ സേനാപതി വേണു,